ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റിനെ ഞാനൊന്ന് മാറ്റിയൊക്കെ റെഡിയാക്കാൻ പോണേ കേട്ടോ. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ കുറേ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റ് നിൽക്കുന്ന ഒരു വീടിൻ്റെ മതിലിൽ നിന്ന് ഞാൻ 2-3-4 അതിൻ്റെ തണ്ടുകൾ ഞാൻ ഒടിച്ചു കൊണ്ടുവന്ന് കുത്തിയതാണ് കേട്ടോ. ഒരു 4-5 കുത്തി, അതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് പിടിച്ചുള്ളൂ കേട്ടോ. ഇപ്പോൾ 2 മാസമായി ഞാനിത് ഈ ചട്ടിയിൽ നട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ആ പിടിച്ച് വന്നതിൽ നിന്ന് ഇതേ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പുതിയ പുതിയ തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പോട്ടിൽ നിന്ന് മാറ്റി താഴെ മണ്ണിൽ കുത്താൻ വേണ്ടിയുള്ള സ്പേസൊന്നുമില്ല. അതുമാത്രമല്ല സൺസൈഡിൻ്റെ താഴെ നിൽക്കണ കാരണം നല്ല വെയിൽ കിട്ടത്തില്ല. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റിന് നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു കമ്പ് കുത്തി കയറ്റി വിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ തൊട്ടപ്പുറത്തെ പറമ്പിലായിട്ട് പുളിമരം വെട്ടിയിട്ട് കുറേ കമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കമ്പ് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് പടർത്തി അങ്ങോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ടെറസിൻ്റെ മുകളിലായാലും മഴ മാറിക്കഴിയുമ്പോൾ കൊണ്ടുപോയി വെക്കാമല്ലോ. അപ്പോൾ മഴയായത് കാരണം എന്തായാലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതിന് കേട്ടോ. കുറേ ചാണാപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അത് കാരണം ആയിരിക്കാം ഇതിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടായത്. ഇപ്പോൾ ആ തളിരെല്ലാം വന്ന അവിടെയൊക്കെ ചെറിയ ചെറിയ മുട്ടുകളുണ്ട് കേട്ടോ. ഒരെണ്ണേ പിടിച്ചോളൂ, ബാക്കി എല്ലാം നമ്മുടെ ചീത്തായിപ്പോയി. അപ്പോൾ പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഇത്. ഓരോ വീട്ടിലൊക്കെ നിൽക്കണ കണ്ടു കഴിയുമ്പോൾ എനിക്കത് കണ്ട് കൊതിയായിട്ടാണ് കേട്ടോ ഞാനിത് പറിച്ചിട്ടുണ്ടെന്നത്. പിടിക്കുന്നത് ഞാനിപ്പോൾ നഴ്സറിയിൽ വാങ്ങിക്കാൻ ഇതിൻ്റെ തൈ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഒരെണ്ണത്തിന് 80 രൂപയൊക്കെയാണ് ഒരു ചെറിയൊരു തൈക്ക് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തുനിന്ന് എൻ്റെ ചേട്ടൻ എനിക്ക് ഒരു കമ്പെടുത്ത് വന്നു കേട്ടോ. പുളിയുടെ കമ്പെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണല്ലോ. കുറച്ച് ഹൈറ്റ് ഉള്ളത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമുക്ക് ചട്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിലങ്ങോട്ട് പടർത്തി കയറ്റി അങ്ങോട്ട് വിടാമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഇത് ഈ കമ്പിയിൽ ഞാനിങ്ങനെ ചുറ്റി വെച്ചേക്കണേണ്. ഇതിൽ നിന്ന് എടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. പിന്നെ ഈ പടരണ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ സ്റ്റെംസിനൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്നൊന്നും അതങ്ങനെ നമ്മൾ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒടിഞ്ഞൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് ചുറ്റി പിടിച്ച് കയറാനുള്ള അത്രയും ബലം അതിങ്ങനെ ഉണ്ടാകും. എന്നാലും ഞാൻ സൂക്ഷിച്ചാണ്ട് കൊടുക്കണത് എനിക്ക്. കാരണം എനിക്ക് ആ പൂവൊട്ടും പോകരുതെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അത് പിടിപ്പിച്ചെടുത്ത് ഇവിടെ തന്നെ ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഇത് നമുക്ക് പിടിപ്പിച്ചെടുത്തിട്ട് ആ കമ്പിലേക്കൊന്ന് അങ്ങോട്ട് കയറ്റി കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത്. ഓരോ വീട്ടിലൊക്കെ നിൽക്കണ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കണത്. പൂക്കൾ വന്നാൽ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റിന് എന്തുകൊണ്ടാണ് ഈ പേര് വരുന്നതെന്നറിയാമോ? അതിൻ്റെ അർത്ഥം തന്നെ പൂച്ചയുടെ നഖം എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ക്യാറ്റ്സ് ക്ലോ പ്ലാന്റിൻ്റെ ആ സ്റ്റെംസിലൊക്കെ മുഴുവനും അള്ളിപ്പിടിച്ച് കയറാൻ വേണ്ടി പൂച്ചയുടെ നഖം പോലെയുള്ള ഒരു ഭാഗമുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ചെടിയുടെ ഈ തണ്ടുകൾ നമ്മൾ ഒടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അള്ളിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിടത്തില്ല കേട്ടോ. അത് കാരണം ഇതിൽ ഇഴജന്തുക്കളൊന്നും കയറുന്നുള്ള പേടി വേണ്ട. കയറി കഴിഞ്ഞാൽ മേത്തൊക്കെ ആ ഇത് കയറി പിടിക്കുന്ന നഖം പോലെയുള്ള ഭാഗം പിടിക്കണ കാരണം പാമ്പുകളൊന്നും വരില്ലെന്നാണ് കേട്ടോ പറഞ്ഞ് കേട്ടേക്കണത്. അപ്പോൾ ഇത് നല്ലതുപോലെ പിടിക്കുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഞാനിങ്ങനെ നടന്നേന് കേട്ടോ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഏതായാലും ഞാൻ ഇതിലേക്ക് പടർത്തി കയറ്റി വിടുന്നുണ്ട്. എനിക്ക് എൻ്റെ സൺസൈഡിൽ ഇങ്ങനെ താഴേക്ക് കിടക്കണ പോലെ വളർത്താൻ വേണ്ടിയാണ്. പക്ഷേ ആകെ ഒരെണ്ണം മാത്രം പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. ഈ കമ്പിൽ എന്തായാലും ഞാൻ ചുറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ ടൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. കണ്ടു ഇപ്പോൾ ഈ പൂവ് ഇരുന്നിട്ട് തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടി. ഇത് നല്ലതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. ഓരോ വീടിൻ്റെയൊക്കെ മതിലിലൊക്കെ കിടക്കണം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാനത് എന്തായാലും ടൈ ചെയ്തൊക്കെ കൊടുക്കണേണേ. ഞാൻ ആ മതിലിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നുള്ളൂ. കാരണം അവിടെയാണ് നല്ലോണം വെയിൽ കിട്ടണത്. ഈ മഴക്കാലം മാറിക്കഴിയുമ്പോൾ നമുക്കിത് ടെറസിൻ്റെ മുകളിലേക്കൊക്കെ വെച്ച് കൊടുക്കാവും. ഈ ചെടി പക്ഷേ നമ്മൾ മരത്തിലോട്ടൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ മരത്തെ തന്നെ നശിപ്പിച്ച് കളയോട്ടോ. കാരണം അത്രമാത്രം ഇത് പടർന്ന് പിടിക്കും. ഇത് നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത് കളയണമെങ്കിൽ കാട്ടിലോട്ടൊന്നും എറിയാൻ പാടില്ല. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.